السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലുള്ള ബഹുമാന്യനായ അധ്യക്ഷൻ, മറ്റു സംഘടനാ സാരഥികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ തിരുരങ്ങാടിയിലെ നല്ലവരായ നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ തിരുരങ്ങാടിയുടെ മണ്ണിൽ കെ എം മൗലവിയുടെ നാമധേയത്തിൽ ഒരു വിശുദ്ധ ഖുർആൻ ഹദീസിന്റെ ഒരു സ്റ്റഡി സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഏതാനും ആഴ്ചകളായി ഇതുപോലെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി സെന്ററുകളും മസ്ജിദുകളും കേരളത്തിന്റെ തെക്ക് മുതൽ വടക്കേയറ്റം വരെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രസിഡന്റ് പി.എൻ. അബ്ദുൽ ലത്തീഫ് മദനിയാണ്. അദ്ദേഹവും ഞാനും ഒരുമിച്ചാണ് തിരൂരിൽ നിന്ന് വന്നത്. ഞങ്ങള് ഇന്നലെ അവിടെ സംസ്ഥാന തലത്തിലുള്ള ക്യാമ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് കേരളത്തിലെ മുഴുവൻ പ്രബോധകരുടെയും ഒരു സംഗമം രാവിലെ മുതൽ വൈകുന്നേരം വരെ 4-4:30 വരെ 6 മാസത്തിൽ ഒരിക്കൽ ചേരാറുള്ള പ്രബോധക സംഗമം. അഥവാ ഈ ആധുനിക കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തിൽ ഏതൊരു കാര്യവും സംസാരിക്കുമ്പോൾ അത് വളരെയധികം ശ്രദ്ധയോടുകൂടി സംസാരിക്കുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ പ്രബോധകന്മാർക്ക് ഉൾക്കാഴ്ച പകർന്നു കൊടുക്കുക എന്ന ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. അത് മുൻനിർത്തിക്കൊണ്ടാണ് 6 മാസത്തിലൊരിക്കൽ കേരളത്തിലെ മുഴുവൻ ഖത്തീബുമാരെയും പ്രബോധകരെയും പ്രഭാഷകരെയും പണ്ഡിതന്മാരെയും എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ ക്ലാസ്സുകളൊക്കെ നൽകാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു അവിടെ. അപ്പൊ അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്, ഒരുമിച്ച് പോകണം എന്നാണ് വിചാരിച്ചത്. അപ്പോ എന്റെ സംസാരം മഗ്‌രിബിന് ശേഷമാണ്. പി.എൻ. ഇത് കഴിയുകയും ചെയ്തു. അപ്പൊ പി.എൻ. ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത്. ഞങ്ങൾ വേഗം പോയിക്കോളി നിർത്തും, കാരണം വേഗം വീട്ടിൽ പോയിക്കോളി. കാരണം എന്താന്ന് ചോദിച്ചാല് ഇപ്പൊ ഏതാനും ആഴ്ചകളായിട്ട് വളരെ കുറച്ച് മാത്രമേ പി.എൻ. ആണെങ്കിലും പർപ്പൂർ മൗലവി ആണെങ്കിലും ഒക്കെ ഉറങ്ങുന്നുള്ളൂ എന്ന് പറയാം. മിക്കവാറും പള്ളി ഉദ്ഘാടനങ്ങളാണ്. 2-3 ദിവസം മുമ്പാണ് കർണാടകയിലായി നാപ്കോപ്പ് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു പള്ളി വന്നു, അതിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇടത്തനാട്ടുകരയിൽ ഞങ്ങളുടെ നാട്ടിലൊരു പുതിയ പള്ളി വന്നു, അതിന്റെ ഉദ്ഘാടനത്തിന് വന്നിരുന്നു. അത് കഴിഞ്ഞ് മിനിഞ്ഞാന്നാണ് തലശ്ശേരിയിൽ ഒരു പള്ളി, പുതുക്കി പണിത പള്ളിയുടെ ഉദ്ഘാടനം, അതിനവിടെ പോയിരുന്നു. അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്നാണ് ഇന്നലെ രാവിലെ ആ ക്യാമ്പിന് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇന്നും അവിടെ ക്യാമ്പ്. പിന്നെ ഇനി ഇവിടെ കാത്തിരുന്നാൽ എപ്പോഴാ പെരീക്കെത്തുക. അപ്പൊ ഞാൻ പറഞ്ഞു പോയിക്കൊള്ളി. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല് അത്രമേൽ കേരളത്തിൽ അൽഹംദുലില്ലാഹ് ഇതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ വേര് പിടിക്കുകയും അത് ചെടിയായി മരമായി വളർന്ന് തണലായി സമൂഹത്തിന് മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിൽ ആണ് ഈ തിരൂരങ്ങാടിയിലും ഇതുപോലെയുള്ള ഒരു സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എന്ന കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. ഇവിടെ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയുണ്ടോ അവരോടെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, സാധാരണ നമ്മൾ ഇതുപോലുള്ള ഒരു സ്പീക്കറിന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ
സാധാരണ അങ്ങാടിയിലുള്ള ആളുകൾ ചിന്തിക്കാറുള്ളത് എന്താ ഇപ്പം ഇവിടെ ഒരു പരിപാടി നോക്കും, പിന്നെ ആളുകൾ ആൾക്കൂട്ടത്തേക്ക് നോക്കിയിട്ട് അവിടെ വല്ല കൊടിയുണ്ടോ എന്ന് നോക്കും. കാരണം ഇപ്പൊ തെക്കും വടക്കും യാത്രകൾ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വല്ല സംഗതിയാണോ എന്ന് നോക്കും. അതല്ല, ഒരു മതസംഘടനന്റെ പരിപാടി. അപ്പൊ മതസംഘടനയുടെ പരിപാടിയാണെങ്കിൽ പിന്നെ ഏത് മതസംഘടനയാണെന്നാണ് പിന്നെ നോക്കും. അപ്പൊ അതിങ്ങനെ സുന്നിൻ്റെതാണോ ജമാഅത്തിൻ്റെതാണോ മുജാഹിദിൻ്റെതാണോ? മുജാഹിദിൻ്റെതാണെങ്കിൽ തന്നെ ഇപ്പൊ തിരുരങ്ങാടിക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമാണ്, പോറ്റില്ലമാണ്. ഞങ്ങളുടെ എടത്തനാട്ടുകര പ്രദേശം പോലെ തന്നെ മറ്റൊരു പതിപ്പാണ് തിരുരങ്ങാടി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പിന്നെ മുജാഹിദിന്റെ ധാരത അത് വിസ്ഡത്തിന്റെ അത് വിസ്ഡത്തിന്റെ പരിപാടിയല്ല. അപ്പൊ ഞാനിപ്പോ എന്തിനാ അത് കേൾക്കേണ്ട കാര്യം, ഞാനിപ്പോ എന്തിനാ അവിടെ നിൽക്കേണ്ട കാര്യം? സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിച്ചു പോകും. കാരണം അങ്ങനത്തെ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റിലേക്ക് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി പൊതുവെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ വടക്കൻ കേരളത്തിലാണ് ഇത് കൂടുതൽ ഉള്ളത്. എന്നാൽ തെക്കൻ കേരളത്തിൽ അങ്ങനെയല്ല. ഒരു സ്പീക്കർ കെട്ടി അത് മതപരമായ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ തന്നെ അവിടെ അത് ശ്രദ്ധിക്കാനും ശ്രവിക്കാനും അത് പൂർണ്ണമായി കേൾക്കാനും ഒക്കെ ആ സംഘടനയുടേതല്ലാത്ത ആളുകൾ കൂടി തയ്യാറാകുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രസംഗം കഴിയുന്നത് വരെ ചിലപ്പോൾ ഇങ്ങനെ നോക്കിയാൽ അവിടെ വല്ല പോസ്റ്റിന്റെ ചോട്ടിൽ ഇരിക്കുന്നുണ്ടാവും. അവിടെ ഇങ്ങനെ നോക്കും. പരിപാടി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ വന്ന് സലാം പറയും, പരിചയപ്പെടും, ആ പ്രസംഗിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഫോൺ ചെയ്യും. ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. പക്ഷെ നമ്മളെ നാട്ടില് അത് ഇങ്ങനെ നിറമൊക്കെ പിന്നെ കൊടിയൊക്കെ നോക്കിയിട്ട് അത് അവരതാണ് ഇത് വരുതാണ്, അങ്ങോട്ടും ഇല്ല എന്നുള്ള രൂപത്തിൽ പോകാറുണ്ട്. പക്ഷെ തിരൂരങ്ങാടി എന്ന് പറയുന്ന പ്രദേശവും ഇവിടുത്തെ ആളുകളും അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പരിപാടിയും ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സെന്ററും ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇതിന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇതിന്റെ മുമ്പിലിരിക്കുന്ന പ്രവർത്തകർ ഇതിന്റെ ആദർശവും അതുപോലെ നയനിലപാടുകൾ അംഗീകരിക്കുന്ന ആളുകളായതുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വിചാരിക്കേണ്ടതില്ല. മറിച്ച് ഈ സെന്ററിൽ ഇൻഷാ അല്ലാഹ് നടക്കാൻ പോകുന്ന ചെറുതും വലുതുമായ ഇനി ഇവിടെ പ്രഖ്യാപിക്കാനിരിക്കുന്നതുമായ എന്തെല്ലാം പ്രോഗ്രാമുകളുണ്ടോ ആ പ്രോഗ്രാമുകൾ ഈ ശബ്ദത്തിന്റെ ഈ സ്പീക്കറിന്റെ പരിധി ആണായിട്ടും പെണ്ണായിട്ടും കുടുംബമായിട്ടും സംഘമായിട്ടും സംഘടനയായിട്ടും ആരെല്ലാം ഉണ്ടോ അവരുമായൊക്കെ കണക്റ്റഡ് ആയ കാര്യങ്ങളാണെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ, നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടും നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരസ്പരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പരിഹാരങ്ങൾ പലപ്പോഴും ഉണ്ടാകാറില്ല. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെ കുറിച്ച് പറയാനും ആ പരിഹാരം ഇവിടെ നിർദ്ദേശിക്കപ്പെടാനും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഈ സെന്ററിൽ നടക്കുന്നുവെന്ന് പറയാനും തന്നെയാണ് ഇങ്ങനെ ഒരു ഉദ്ഘാടന പരിപാടിയും പിന്നെ ഒരു മഗ്രിബ് വരെ അത് സെഷൻ കഴിഞ്ഞിട്ട് മഗ്രിബിന് ശേഷം പിന്നെ ഒരു പ്രസംഗം വെച്ചതൊക്കെ ഇത് വിശദീകരിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിവിടെ എല്ലാവരോടും എനിക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തിരൂരിൽ നിന്നാണ് ഇപ്പൊ വരുന്നത്. അപ്പൊ ഇന്ന് രാവിലെ സുബൈ നമസ്കാരം കഴിഞ്ഞ് ഞങ്ങള് അവിടെ മസ്ജിദുൽ ഹിക്മ എന്ന് പറഞ്ഞ് നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ അടുത്തായി നിർമ്മിക്കപ്പെട്ട മനോഹരമായ ഒരു പള്ളിയുണ്ട്. അപ്പൊ ആ പള്ളി നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കരമായ സൗണ്ട് പറഞ്ഞാൽ കാതടപ്പിക്കുന്ന മ്യൂസിക്കിന്റെ DJ മ്യൂസിക്കിന്റെ സൗണ്ട്. അത് മാത്രല്ല, പിന്നെ അന്തരീക്ഷത്തേക്ക് നോക്കുമ്പോ വെടിക്കെട്ട്, അത് ഒന്നല്ല തുടർച്ചയായി പൊട്ടിക്കൊണ്ടിരിക്കുക. ആ വെടിക്കെട്ട് വരുന്ന സ്ഥലം നോക്കുമ്പോൾ അവിടെ ഒരു വലിയ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ നിറയെ ബനിയനും വ്യത്യസ്ത പിന്നെ യൂണിഫോം ഇട്ടിട്ട് ആളുകൾ, യുവാക്കൾ. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കുമ്പോൾ യുവാക്കൾ മാത്രമല്ല അതിൽ സ്ത്രീകളുണ്ട്. പക്ഷെ ആണേതാ പെണ്ണേതാന്ന് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ പരിപാടി? എപ്പോഴാ സമയം നിങ്ങൾ നോക്കണം. സാധാരണ നാട്ടിൽ നമുക്ക് കാണാറുണ്ട്, എപ്പോ വൈകുന്നേരമായ അതിന്റെ ഏർപ്പാട് തന്നെയാണ്. എല്ലാ സ്ഥലത്ത് എവിടെ നോക്കിയാലും ഇതന്നെയാണ് ഇപ്പൊ കാണാനുള്ളത്. അത് പക്ഷെ വൈകുന്നേരങ്ങളിലാണ് സംഭവിക്കുക. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വൈകിട്ടാണ് സംഭവിക്കുക. പക്ഷെ ഇത് ആ സമയമല്ല, ഇത് ഫജ്റിന്റെ സമയം. അതായത് സുബൈക്ക് മനുഷ്യന്മാർ പള്ളിയിലേക്ക് പോകുമ്പോഴും ആ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്തും തുടങ്ങുക പറഞ്ഞു. അപ്പൊ അന്വേഷിച്ച് നോക്കി ഞാൻ എന്താ സംഭവം ചോദിച്ചു. അവർ ഇതിവിടെ വർഷമായിട്ട് ഓരോ അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് തുടങ്ങിയൊരു ഏർപ്പാടാണ്. ഒരു ഓട്ടാണ്, അത്ര എന്തോ ഒരു മാരത്തോൺ ഓട്ടം. ആ ഓട്ടം എങ്ങനെയെന്ന് വെച്ചാല് ഈ പരിപാടി അവിടെ എല്ലാവരും കൂടെ കൂടെ എത്ര ആള് പങ്കെടുക്കുന്നു ചോദിച്ചു. ഏകദേശം ഒരു
2000, 2500, 3000 ആൾക്കാർ പങ്കെടുക്കും. രാവിലെ നിങ്ങൾ ആലോചിച്ച് നോക്കി, രാവിലത്തെ സമയം ആണും പെണ്ണും പ്രത്യേകമായ യൂണിഫോം സംവിധാനമൊക്കെ ഇട്ട് വന്നിട്ട് എന്നിട്ട് എക്സസൈസ് ചെയ്ത് വിയർത്ത് അവിടെ ഡാൻസ് കളിക്കണം. ഈ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കണം. ഈ ഡാൻസ് കളിച്ച് വിയർത്ത് വാമപ്പായിട്ട് പിന്നെ 6 കിലോമീറ്റർ ഓടുക. എന്നിട്ട് ആ ഓടിയിൽ ആർക്കാണ് സമ്മാനം കിട്ടുന്നത് അവർക്ക് സമ്മാനം കൊടുക്കുക. അതൊരു സംഭവമാക്കുക, അതൊരു ഇവന്റ് ആക്കി മാറ്റുക. അപ്പൊ എന്താ ആൾക്കാരൊന്നും സന്തോഷിച്ചോട്ടെ. നിങ്ങൾ ഈ മൂല്യന്മാർക്ക് ഒരു സന്തോഷം പറ്റൂല. എന്ത് പറഞ്ഞാലും അവിടെ പാടില്ല, ഇവിടെ പാടില്ല, അങ്ങോട്ട് പാടില്ല, ഇങ്ങോട്ട് പാടില്ല, പോകാൻ പാടില്ല, വരാൻ പാടില്ല, എന്തിനങ്ങനെ ജയിലിലിടുന്ന കാര്യം എന്നൊക്കെ ആയിരിക്കും ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുക. ഞാൻ പറയുന്നത് ഇത് അവിടെ നിൽക്കൂല എന്നുള്ളതാണ്. ഇത് അവിടെ നിൽക്കൂല. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇതിന് ഒരു വേള ഇങ്ങനെ ഒരു കൾച്ചറിനെ അതിന് ബെല്ലടിച്ചു കൊടുക്കുന്ന, അത് നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും അതിനെ മാനസികമായി അങ്ങനത്തെ ഒരു കൾച്ചർ നമ്മുടെ സമൂഹത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ നമ്മൾ അതിന് വില കൊടുക്കേണ്ടി വരും. യാതൊരു തർക്കമോ കാര്യത്തിലില്ല. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ട പത്രത്തിലുണ്ടായിരുന്നു വാർത്ത, 2 ആഴ്ചയായിട്ടുള്ളൂ തോന്നുന്നുണ്ട്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് യൂറോപ്പിലുള്ള ഒരു സ്ഥലമല്ല, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനമാണ്. അവിടെ 3 പെൺകുട്ടികൾ ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിട്ട് താഴേക്കും ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണത്തെ സംബന്ധിച്ച് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇപ്പൊ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആ റിപ്പോർട്ട് ചെയ്തപ്പോ അതിൽ പറഞ്ഞ കാര്യം എന്താ, ഈ മരിച്ച കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ അച്ഛന് ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ അച്ഛനെ എഴുതി വെച്ച കത്തിൽ എന്താന്ന് ചോദിച്ചാൽ, ഞങ്ങളോട് ക്ഷമിക്കുക പപ്പ, ഞങ്ങൾ പോവുകയാണ്. ഞങ്ങള് കൊറിയയുടെ അവിടെയുള്ള മ്യൂസിക് ബാൻഡിന്റെ ആളുകളാണ്. അതാണ് ഞങ്ങളുടെ ഹീറോ, അതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ലഹരി. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞങ്ങളുടെ ജീവിതം. അപ്പൊ ആ ഒരു സംഗതിക്ക് അനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത വരികയും അതിന് ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഇവർ ചെയ്തത് നോക്കൂ നിങ്ങൾ. ഒരു 3 പെൺകുട്ടികൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ പോയി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ മാത്രം അവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ് എന്ന് പ്രബുദ്ധതയുടെ മണ്ണായ ഈ തിരുവരങ്ങാടിയിൽ ഇരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുള്ള രക്ഷിതാക്കൾ മുഴുവനും ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം, അവർക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. കേൾക്കണോ നിങ്ങൾക്ക്? ആ സംഭവം ഉണ്ടായ ശേഷം പിന്നീട് തൊട്ടടുത്ത ദിവസം വന്ന വാർത്ത അങ്ങ് യൂറോപ്പിൽ നിന്നല്ല, ഉത്തരേന്ത്യയിൽ നിന്നല്ല, മറിച്ച് നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിൽ നിന്നാണ് വന്നത്. എന്താ വാർത്ത? 8ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടി ഈ സംഭവത്തിൽ മനം നൊന്തുകൊണ്ട്, അഥവാ ഈ 3 കുട്ടികൾ ചാടി ആത്മഹത്യ ചെയ്തതിൽ മനം നൊന്തുകൊണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു കോറിയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവരോട് ഐക്യദാർഢ്യം കാണിച്ചുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇത് നമ്മുടെ നാട്ടിൽ കേരളത്തിലാണ് സംഭവിച്ചത്. അപ്പോഴും ഇത് ഒറ്റപ്പെട്ടതായിരിക്കാം, എന്തിനത് പർവ്വതീകരിക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ ജില്ലയായ ഈ മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചത് നിങ്ങൾക്കറിയാം. അവിടെ ഒരു ഓട്ടോറിക്ഷക്കാരൻ, അദ്ദേഹം യാത്രക്കാരെ ഇറക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇറക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് പരിചയമുള്ള 2-3 പെൺകുട്ടികൾ, +2 പഠിക്കുന്ന 2-3 പെൺകുട്ടികൾ. ആ പെൺകുട്ടികള് ബാഗും ഒക്കെ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോവുക, ട്രെയിൻ കയറാൻ വേണ്ടി നടന്നു പോവുക. അപ്പൊ എന്താ ഈ കുട്ടികൾ പിന്നെ സാധാരണ ഇല്ലാത്തൊരു രീതിയിൽ ട്രെയിനിൽ ഈ സമയത്ത് കയറി പോകാൻ കാരണം? അങ്ങനെ അദ്ദേഹം വന്ന് ഇവരോട് സംസാരിച്ച് നോക്കുമ്പോൾ ഒരു അസ്വാഭാവികത വന്ന് അങ്ങനെ അദ്ദേഹം ഇടപെട്ടുകൊണ്ട് എന്ത് ചെയ്തു, ഇവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന അവസ്ഥ ഉണ്ടായി. അപ്പൊ നോക്കുമ്പോ എന്താന്ന് ചോദിച്ചാൽ, ഇവരുടെ കയ്യിലുള്ള ആഭരണങ്ങൾ വിറ്റ് വേറെ എവിടെ നിന്നൊക്കെയോ കാശ് കണ്ടെത്തി. ഒരാളെ ബാഗ് പരിശോധിച്ചു നോക്കുമ്പോൾ 25,000 രൂപ ഉണ്ട്. വേറൊരാളെ ബാഗിൽ അതിന് അവരുടെ സ്വർണ്ണാഭരണങ്ങളുണ്ട്. അപ്പൊ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോ ഈ കുട്ടികൾ ഇവിടെ നിന്ന് ട്രെയിൻ കയറി കൊറിയയിലേക്കുള്ള യാത്രയിലാണ് എന്നാണ് പറഞ്ഞത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇങ്ങനെ ഞാൻ പറയുമ്പോ വീണ്ടും അത് ഒറ്റപ്പെട്ടതാണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, നിങ്ങൾക്കറിയുമോ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. ആ തമിഴ്നാട്ടിൽ കണ്ടത് എന്താ? തമിഴ്നാട്ടിൽ ഇതേപോലെ കുട്ടികൾ, ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ കൊറിയയിലേക്ക് ബോർഡിംഗ് പാസ് എടുത്ത് എയർപോർട്ടിൽ എത്തി നിൽക്കുകയാണ്. ആ എയർപോർട്ടിൽ നിന്നാണ് പോലീസുകാർ വന്ന് വിവരം കിട്ടി, പോലീസുകാർ വന്ന് കുടുംബത്തിന്റെ പരാതി കിട്ടി,
പോലീസുകാർ വന്നുകൊണ്ട് ആ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകുന്നത്. ആ കുട്ടികളും പറഞ്ഞ മറുപടി ഞങ്ങൾ കൊറിയയിലേക്ക് പോവുകയാണ് എന്നാണ്. ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്റെ ശബ്ദത്തിന്റെ പരിധിയിൽ അടുത്തും അകലെയുമായ അധ്യാപകരുണ്ടാകും, കോളേജിലും സ്കൂളിലും പഠിപ്പിക്കുന്നവരുണ്ടാകും. ഞാനൊരു അധ്യാപകനാണ്, എന്റെ അനുഭവം ഞാൻ പറയാം. ഒരു കുട്ടി, ഞാൻ പിന്നെ അസംബ്ലിയിൽ പറഞ്ഞു, ഇങ്ങനെ പ്രസിഡന്റ് ഒരു മ്യൂസിക് ബാൻഡ്, പ്രത്യേക മ്യൂസിക് ബാൻഡ്, അതിന്റെ ഫാനുകളായിട്ട് നമ്മളെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു, അതിന്റെ ഗൗരവം പ്രാധാന്യം പറഞ്ഞു. അത് പറഞ്ഞപ്പോ പിന്നെ പിന്നെ പുറത്തു കൂട്ട സമയത്ത് ഒരു കുട്ടി ഇങ്ങനെ വരുന്നുണ്ട്. കുട്ടി വന്നിട്ട് പറഞ്ഞു, സർ നിങ്ങളാ പറഞ്ഞ സാധനല്ലേ, അത് നമ്മളെ ഇന്ന 6ാം ക്ലാസ് പഠിക്കണ കുട്ടിന്റെ കയ്യും അതിന്റെ അടയാളം. അപ്പൊ ഞാൻ അതാവൂല, വേറെന്തെങ്കിലും ആവൂല. അതൊന്നല്ല. പറഞ്ഞപ്പോ അവൾ അതന്നെയാണെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ വിളിച്ച് ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടീനെ നോക്കുമ്പോ കറക്റ്റ് ആണ്, അത് കൊത്തി വെച്ചിട്ടുണ്ട്, ആ സാധനം കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് ഏതോ കുട്ടികളാണ്. അല്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന സാക്ഷ്യവചനം ഉച്ചരിക്കുകയും പ്രഖ്യാപിക്കുകയും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുകയും ചെയ്യുന്ന കുട്ടിയാണ്. അവരുടെ ഉപ്പമാരും അവരുടെ ഉമ്മമാരും ഒക്കെ മുസ്ലിമീങ്ങളാണ്. ആ കുട്ടിയാണ്. ആ കുട്ടിയോട് നിനക്ക് എവിടുന്ന് കിട്ടി? ഞാൻ വിരുന്ന് പോയപ്പോ അമ്മായിയുടെ എന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിയുണ്ട്, അവരിതിന്റെ ആൾക്കാരാണ്. അപ്പൊ അവരാണ് എനിക്ക് നിന്റെ കണക്ഷൻ തന്നത്, അതിന്റെ ലിങ്ക് തന്നത്. അപ്പൊ മോളെ എങ്ങനെയാണ്, നിനക്ക് എങ്ങനെ കിട്ടി? നിനക്ക് എങ്ങനെ ഫോണുണ്ടോ? ഞാൻ എന്റെ വല്യമ്മയുടെ ഫോൺ ഉപയോഗിക്കാറുണ്ട്. വല്യമ്മാന്റെ ഫോണിൽ നെറ്റ് ഉണ്ട്, പക്ഷെ വല്യമ്മക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. വല്യമ്മന്റെ അടുത്താണ് ഞാൻ കിടക്കാറുള്ളത്. വല്യമ്മ കിടന്നുറങ്ങിയാൽ പിന്നെ ഞാൻ ആ ഫോൺ ഉപയോഗിക്കും. ഏകദേശം നേരം വിളിക്കണോ ഞാൻ ഉപയോഗിക്കും. ഇനിയും നിങ്ങൾ സമയം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഞാൻ തിരൂരങ്ങാടിക്കാരോട് പറയുന്നത് പുതിയ നവോത്ഥാനത്തിന് സമയമായിരിക്കുന്നു, ഒരു പുതിയ ഓപ്പറേഷന് സമയമായിരിക്കുന്നു, ഒരു പുതിയ തിരിച്ചറിവിന് സമയമായിരിക്കുന്നു. അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും കരിമ്പടത്തിൽ കൂർക്കം വലിച്ചുറങ്ങിയ ഒരു കാലഘട്ടത്തെ തൊട്ടുണർത്തിയ ഒരു മഹാമനീഷിയുടെ പേരാണ് KM മൗലവി എന്ന് പറയുന്നത്. ആ KM മൗലവിയുടെ പേരിലാണ് ഈ ഖുർആൻ സ്റ്റഡി സെന്റർ ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത്. ആ KM മൗലവിയിൽ ഒരുപാട് പാഠമുണ്ട് നമുക്ക്. ആ പാഠം മാത്രം പറഞ്ഞുകൊണ്ടാണ് എന്റെ സംസാരം കടന്നു പോകാനും അവസാനിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രശ്നത്തിന് KM മൗലവി കാണിച്ചു തന്ന വഴിയിൽ നമുക്ക് പരിഹാരമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എന്താ? അന്ന് KM മൗലവിയെ പോലെയുള്ള ആ നവോത്ഥാന നായകന്മാരുടെ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അവർ അഡ്രസ് ചെയ്തു. അവരൊരിക്കലും തന്നെ അതിനോട് മൗനം പാലിച്ചില്ല എന്നതാണ് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. എന്നാൽ ഇന്നത്തെ പ്രത്യേകത എന്താ? ഇന്ന് ആശയക്കുഴപ്പങ്ങളുടെ അലമാലകൾക്കിടയിൽ ആളുകൾ ആടിയുലയുമ്പോൾ അവിടെ ഹക്കും ബാത്തിലും സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും വേർതിരിച്ചു മനസ്സിലാക്കി കൊടുക്കേണ്ട പണ്ഡിതന്മാർ, അറിവുള്ളവരെന്ന് പറയുന്നവർ മൗനികളായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് പറഞ്ഞാൽ എന്താകും? ഞാനത് പറഞ്ഞാൽ ഒറ്റപ്പെട്ടവനാകുമോ? ഞാനൊരു മോശക്കാരനായി മാറുമോ? ഞാനൊരു ചീത്ത മുസ്ലിമായി മാറുമോ? ഞാനൊരു അനുഷ്ഠാന തീവ്രവാദിയായി മാറുമോ എന്നുള്ള ഒരു ഭയം ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒന്നടങ്കം വരിഞ്ഞു മുറുക്കിയ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞല്ലോ, മോശപ്പെട്ട മനുഷ്യരുടെ ക്രൂരതയേക്കാൾ ഭയാനകമാണ് നല്ല മനുഷ്യരുടെ നിശബ്ദത എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ സത്യമാണ് ആ കാര്യം. നടുറോട്ടിൽ കുത്തിക്കൊല്ലുന്ന ക്രൂരനായ ഒരു ഗുണ്ട, ആ ഗുണ്ടയുടെ ക്രൂരതയേക്കാൾ ഭയാനകമാണ് നല്ല മനുഷ്യന്മാർ വായ തുറക്കേണ്ട സമയത്ത് വായ തുറക്കാതിരിക്കുക എന്നത്, പേനയെടുക്കേണ്ട സമയത്ത് പേനയെടുക്കാതിരിക്കുക എന്നത്, സംസാരിക്കേണ്ട സമയത്ത് നിശബ്ദരാവുക എന്നത്, ഉത്ബോധിപ്പിക്കേണ്ട സമയത്ത് ഒന്നും മിണ്ടാതിരിക്കുക എന്നത്. അതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. എഡ്മണ്ട് ബർക്ക് പറഞ്ഞു, തിന്മ വിജയിക്കാൻ വേണ്ടത് നന്മയുള്ള മനുഷ്യർ ഒന്നും ചെയ്യാതിരിക്കുക എന്നത് മാത്രമാണ് എന്നത്. തിന്മയുടെ തേര് ഉരുണ്ടുപോകണമെങ്കിൽ നന്മയുള്ള മനുഷ്യന്മാർ ഒന്നും ചെയ്യാതിരുന്നാൽ മതി എന്നാണ്, തടസ്സങ്ങളില്ലാതിരുന്നാൽ മതി എന്നാണ്. അവിടെയാണ് KM മൗലവിയുടെ നാമധേയത്തിലുള്ള ഈ ഒരു ഖുർആൻ സ്റ്റഡി സെന്റർ വ്യതിരക്തമാകുന്നത്, അതിന്റെ ദൗത്യം ക്ലാരിറ്റി ഉള്ളതാകുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതെ, അന്ന് KM മൗലവി
പ്രതിരോധിച്ചത് ശിർക്കിനെതിരെയായിരുന്നു, ബിദ്അത്തിനെതിരെയായിരുന്നു, അന്ധവിശ്വാസങ്ങൾക്കെതിരെയായിരുന്നു, വിദ്യാഭ്യാസം നൽകേണ്ടതില്ല എന്ന് പറഞ്ഞതിന് എതിരെയായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ മറ്റൊരു പകർപ്പോടുകൂടി ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മദ്രസകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, കോളേജുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് വേണ്ടെന്ന് പറഞ്ഞവർ മുന്നിൽ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാം ഒരു വസ്തുതയാണ്. പക്ഷേ അവരുയർത്തിയ അന്ന് KM മൗലവിയും അതുപോലെ തന്നെ അന്നത്തെ മുൻകാല നേതാക്കന്മാരും ഉയർത്തിയ ഒരു വിഷയമുണ്ടായിരുന്നു. എന്തിനു പള്ളി ഉണ്ടാക്കണം, എന്തിനു മദ്രസ ഉണ്ടാക്കണം, അതിനൊരു അടിസ്ഥാനം ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ ഇന്നും ഒരു മാറ്റം. ലക്ഷക്കണക്കിന് മദ്രസ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കണത് എന്താ? അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാം. അതിന് മാറ്റം. ശഅബാൻ മാസത്തിൽ 15-ന് ബറാത്ത് നോമ്പുണ്ട്, കൂട്ടുപ്രാർത്ഥന ഉണ്ട്, ജാറത്തുങ്ങ പോകാം, ഉറൂസ് നടത്താം. പറഞ്ഞ് CM മടവൂര് ഞങ്ങളുടെ പടച്ചോനാണ് അല്ലേ, അത് പറയാനാണ് അറബി കോളേജുകൾ ഉണ്ടാകുന്നത്, അത് പഠിപ്പിക്കാനാണ് മദ്രസകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്, അത് പ്രഖ്യാപിക്കാനാണ് പള്ളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അത് പറയാനാണ് തെക്ക് നിന്നും വടക്കോട്ടും യാത്ര പോകുന്നത്. ആ യാത്രയുടെ വലുപ്പമല്ല പ്രധാനം, പള്ളികളുടെ എണ്ണമല്ല പ്രധാനം, മദ്രസകളുടെ ആധിക്യമല്ല പ്രധാനം, അതിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണമല്ല പ്രശ്നം. ആ കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നു എന്നതാണ് വിഷയം. ആ കൊടുക്കുന്നത് അന്ന് കൊടുത്തത് എന്താണോ അത് മറ്റൊരു ഭാഷയിലും മറ്റൊരു രീതിയിലും ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അന്ന് KM മൗലവി, അന്ന് ഈ തിരൂരങ്ങാടിയുടെ മണ്ണിൽ, കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ, ഈ കേരളത്തിന്റെ മണ്ണിൽ, മലബാറിന്റെ മണ്ണിൽ ഏതൊരു തൗഹീദാണോ പറഞ്ഞത് ആ തൗഹീദ് 1000 വാട്ടോടുകൂടി പറയേണ്ട കാലഘട്ടമാണിത് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു മാറ്റമല്ല ആവശ്യം. ചില ആളുകൾക്ക് തോന്നലാണെന്ത്, അവരൊക്കെ പുരോഗമിച്ചു പോയി. അതൊന്നും ഇപ്പത്തെ കാലൊന്നും അങ്ങനെയല്ല. ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നത് ഈ വിഷയത്തിൽ വളരെ മർമ്മപ്രധാനമായ കാര്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് നമ്മളുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ലിബറൽ ചിന്താഗതികൾ, ഈ മതനിരാസം, ഈ പെൺകുട്ടികളിലേക്ക് ഈ മ്യൂസിക്കും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടും, അഥവാ അതിനൊറ്റ വാക്കിൽ പറഞ്ഞാൽ അതെന്താന്ന് ചോദിച്ചാൽ രണ്ട് ജീവിത കാഴ്ചപ്പാടുകളാണ് ഇവിടെ ഉള്ളത്. 2 ജീവിത കാഴ്ചപ്പാടുകൾ. ഒന്നാമത്തെ കാഴ്ചപ്പാട് എന്താന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന് സ്പീച്ച് സ്റ്റാൻഡിന്റെ ഇവിടെ നിന്നൊരു യാത്ര തുടങ്ങുന്നു എന്ന് വിചാരിക്കും. ഇവിടെ നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ ഈ അറ്റത്ത് അവസാനിക്കുന്നു എന്നാണ് ഒരാൾ വിചാരിക്കുന്നതെങ്കിൽ ഇതിന്റെ ഇടയിലാണ് അവന്റെ ജീവിതം. അപ്പൊ അവൻ ഹരമായി, രസമായി എന്തെല്ലാം അവൻ അനുഭവിക്കാനുണ്ടോ അതെല്ലാം അനുഭവിച്ചു തീർക്കേണ്ട സമയം ഇവിടെ എത്തുമ്പോഴേക്കും. കാരണം ഇവിടെ കഴിഞ്ഞു. അപ്പൊ അതിനു മുമ്പ് അവൻ അടിച്ചു പൊളിക്കണം. അതിനു മുമ്പ് അവൻ ഏതൊക്കെ വിധ ലഹരി ഉപയോഗിക്കണം അതൊക്കെ ഉപയോഗിക്കണം. അതിനു മുമ്പ് ഏതൊക്കെ പ്രായത്തിലുള്ള ആളുകൾ അവന് ലൈംഗികമായ ആവശ്യങ്ങൾക്ക് മാറി ഉപയോഗിക്കണം, അത് ഉപയോഗിക്കണം. അങ്ങനെ എന്തൊക്കെ വൈകാരികതകൾ അവന്റെ മനസ്സിൽ തോന്നുന്നുണ്ടോ അതെല്ലാം ഇവിടെ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കണമെന്ന ലിബറൽ വേൾഡ് ഓർഡർ ഉണ്ട് ഇവിടെ. അതാണ്, അതിലേക്കാണ് ഇന്ന് സമൂഹത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മൈ ബോഡി മൈ റൈറ്റ്, എന്റെ ശരീരം എന്റെ അവകാശമാണ് എന്ന സിദ്ധാന്തം ഇന്ന് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സിദ്ധാന്തം വേര് പിടിച്ച കുട്ടികൾക്ക് മുമ്പിലാണ് ലഹരിക്കെതിരെ നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളെ പാൻക്രിയാസ് അടിച്ചു പോകും, നിങ്ങളുടെ ലിവർ കത്തിക്കരിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ നിൽക്കുന്നത്. അപ്പൊ ആ കുട്ടികളുടെ മനസ്സിൽ നിന്ന് വരുന്ന ചിന്ത എന്താ, ഈ കാക്ക എവിടുന്ന വരുന്നത്? ഞാൻ ഈ ലഹരി ഉപയോഗിച്ച് എന്റെ ലിവറും എന്റെ കരളും എന്റെ കിഡ്നിയൊക്കെ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, എന്താ? കാരണം അത് പോണീന്റെ മുമ്പ് മാക്സിമം കള്ളുടിക്കട്ടെ എന്നുള്ളതാണ്. കാരണം എന്റെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവാണ്, അപ്പൊ പരമാവധി കുടിക്കുക. നിയമസഭ കൂട്ടക്കരച്ചിൽ നടത്താറുണ്ട് പലപ്പോഴും. അതിൽ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ എന്നൊന്നും വ്യത്യാസമില്ല. ഇടയ്ക്കിടക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയും, അതിനെ അംഗീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറയും, എന്ത് കേരളത്തിലേക്ക് ലഹരി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു, ആ ലഹരിക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം, ലഹരി നിർമ്മാർജ്ജനമാണ് നമ്മുടെ നയം, ലഹരി നിരോധനമാണ് ഞങ്ങളുടെ നയം എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. നല്ല കാര്യം.
പക്ഷേ അതൊക്കെ പറഞ്ഞു വന്നാലും ഈ ലിബറൽ വേൾഡ് ഓർഡറിനെ ഒരു ഭാഗത്ത് തുറന്നു കൊടുക്കുക. അതായത് ഏകദേശം 10-18 വയസ്സ് പ്രായമുള്ള കൗമാര പ്രായക്കാരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും DJ പാർട്ടി എന്ന പേരിൽ, നൈറ്റ് ലൈഫ് എന്ന പേരിൽ, നേരത്തെ ഞാൻ പറഞ്ഞ മാമാങ്കങ്ങളുടെ പേരിൽ അവർക്ക് കൂടിയാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ആ കൂടിയാടാനുള്ള അവസരങ്ങളിൽ പലപ്പോഴും നമ്മൾ വാർത്ത പുറത്തു വരാറുള്ളത് അവിടെ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നതാണ്. അതാണ് താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന് പറയുന്ന ആ കുട്ടി കൊല്ലപ്പെടാനുണ്ടായ കാരണത്തിലേക്ക് നയിച്ചതെന്താ? ലഹരി ഉപയോഗിച്ച കുട്ടികൾ ആ ചെങ്ങല ഉപയോഗിച്ചുകൊണ്ട് അവന്റെ തലക്കടിച്ചു. ഒരു ട്യൂഷൻ സെന്റർ നടത്തിയ DJ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിന്റെ തുടക്കം. അങ്ങനെയാണ് അവസാനം അതിന്റെ കൊലപാതകത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള ഒരു ലിബറൽ വേൾഡ് ഓർഡറിനെ എല്ലാ നിലക്കും എൻഡോസ് ചെയ്യുക, അതിനെല്ലാ അവസരങ്ങളും കൊടുക്കുക, അതിന് ബജറ്റിൽ പണം നീക്കി വെക്കുക. ഞങ്ങൾ വന്നാൽ ഇവിടെ നൈറ്റ് ലൈഫ് കൊണ്ടുവരുമെന്ന് പറയാ. ഇന്നെന്താ കോഴിക്കോട് കടപ്പുറത്തിന്റെ അവസ്ഥ എന്താ? കോഴിക്കോട് കടപ്പുറത്ത് രാത്രി നേരം വെളുക്കാൻ കാലത്താണ് 1000, 2000, 3000 യുവാക്കൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തിയ അങ്ങനെയുള്ള ആ ഒരു ജീവിതത്തിലേക്ക് പോവുകയാണ് കുട്ടികൾ. രാത്രി 10 മണിക്ക് വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന മക്കള് വാപ്പാര് പെരന്റെ ഉള്ളിൽ വരുമ്പോ അവര് ട്രൗസർ ഇട്ട് നേരെ തിരിഞ്ഞു പോകുക. എവിടുക്കാ ഇന്നലെ നിങ്ങളൊക്കെ പാടെ പോയി ഇങ്ങോട്ട് ഉദ്ഘാടനം ചെയ്ത മറ്റേ നൈറ്റ് ലൈഫിന്റെ ഞാൻ അവിടെ പോവാണ്. എങ്ങനെ തടയാൻ പറ്റിയ? ഈ ഫ്ലക്സ് ബോർഡിൽ നമ്മുടെ ജനനായകന്മാർ അതൊരു വലിയ പണ്ടൂവരായി അവതരിപ്പിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ മകനെ തടയാൻ പറ്റും? വാപ്പാ, നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത ആ പരിപാടി ഉണ്ടല്ലോ, രാത്രിയുള്ള കൂടിയാട്ടം, ഞാൻ അങ്ങോട്ട് പോവാണ് എന്ന് സ്വന്തം മകൻ ഒരു MLA-യോട് വന്ന് പറഞ്ഞാൽ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോട് വന്ന് പറഞ്ഞാൽ എങ്ങനെ തടയാൻ പറ്റും? ഞാൻ ഉദ്ഘാടനം ചെയ്തത് നാട്ടുകാർക്ക് വേണ്ടി, എനിക്ക് അവിടെ കടന്നുറങ്ങിയാൻ പറ്റുമെന്ന് പറയോ? അത് പറയാൻ കഴിയില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ഭാഗത്ത് ഇതൊക്കെ നിയന്ത്രിക്കുകയും മറുഭാഗത്ത് ഇതൊക്കെ തുറന്നു കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. കൊതുകില്ലാതെയാകാൻ കൊതുകിന്റെ ബാറ്റ് തരാതരം വാങ്ങിയത് കൊണ്ട് യാതൊരു കാര്യമില്ല. ഒരു നാട്ടിൽ കൊതുക് പറഞ്ഞാൽ ബാറ്റ് ഇങ്ങനെ വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ ബാറ്റ് ഇങ്ങനെ ആട്ടി കൊതുകിനെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ആ കൊതുക് ഉണ്ടാകാൻ കാരണമായ ഒരു ജലാശയമുണ്ട്, ഒരു അഴുക്കുചാലുണ്ട് അവിടെ. അവിടെ റബ്ബറും തോട്ടമാണ്. ആ റബ്ബറും തോട്ടത്തിൽ ചിരട്ടയിൽ വെള്ളമുണ്ട്. അതിൽ കൊതുക് മുട്ടയിട്ട് പ്രജനനം നടത്തുന്നുണ്ട്. അപ്പോൾ കൊതുക് നിവാരണം യാഥാർത്ഥ്യമാകണമെങ്കിൽ, അതിലൂടെ ആത്മാർത്ഥത ഉണ്ടാകണമെങ്കിൽ ആ ജലാശയം തുറന്നുവിടണം. അതുപോലെ ഈ ചിരട്ടകളുടെ വെള്ളം മുഴുവനും കമഴ്ത്തി കളയണം. അവിടെ ഡ്രൈ ഡേ ആചരിക്കണം. കൊതുകുണ്ടാകാനുള്ള സാഹചര്യത്തെ ഇല്ലാതെയാക്കണം. അല്ലാതെ സാഹചര്യത്തെ മുഴുവൻ നിലനിർത്തുകയും എന്നിട്ട് എല്ലാവർക്കും ബാറ്റുകൾ കൈമാറുകയും ചെയ്തതുകൊണ്ട് കൊതുകിന്റെ ശല്യം പോവുകയില്ല. അതുപോലെ മദ്യത്തിനെതിരെ, ലഹരിക്കെതിരെ, ഇതുപോലെയുള്ള ലഹരി സാധനങ്ങൾക്കെതിരെ നിയമസഭയിൽ ഘോരഘോരം പ്രസംഗിക്കുകയും അവസാനം ആ സെഷൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത സെഷനിൽ ഇതാ കേരളത്തിൽ 200 ബാറുകൾ തുറക്കുന്നു എന്ന ബില്ല് പാസാക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ ഇതാ പാലക്കാട് പുതിയ മദ്യ ഫാക്ടറി തുടങ്ങുന്നു എന്ന് പ്രഖ്യാപിക്കുക. അതല്ലെങ്കിൽ മന്ത്രി തന്നെ നേരിട്ട് വന്നുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക, ഒരു പുതിയ മദ്യം ഇറക്കുന്നുണ്ട്, ആ മദ്യത്തിന് പേര് നിർദ്ദേശിക്കുന്നവർക്ക് ഇത്ര കാശ് അവാർഡ് തരാം. ഒരു ഭാഗത്ത് ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക, മറുഭാഗത്ത് അതിന്റെ പേരിൽ ഉണ്ടാകുന്ന കെടുതികളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇത് ചർച്ച ചെയ്യേണ്ട സമൂഹം. ഇനി ഇതാരെങ്കിലും പറഞ്ഞാലോ, ഇന്നിപ്പോ എല്ലാരും അതിന്റെ ആൾക്കാരാണ്, നിങ്ങൾ 4 ആള് പറഞ്ഞോണ്ട് ഒന്നും സംഭവിക്കൂല. 4 ആളല്ല, 3 ആളല്ല, 2 ആളല്ല. ഇതൊരു സത്യമാണെങ്കിൽ ആ സത്യം ഒരാളാണെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ തീരുമാനം. അതാണ് അതിന്റെ ആദർശം, അതാണ് അതിന്റെ നയം. അല്ലെങ്കിൽ എന്തിനാ വെറുതെ സ്റ്റഡി സെന്റർ? ഈ തിരുവരങ്ങാടിയുടെ പരിസരത്ത് പള്ളികൾക്ക് കുറവുണ്ടോ? മദ്രസകൾക്ക് കുറവുണ്ടോ? സ്റ്റഡി സെന്ററുകൾക്ക് കുറവുണ്ടോ? ഇല്ലല്ലോ. അതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, ഈ സെന്ററിൽ നടക്കുന്ന മദ്രസയാകട്ടെ, ഈ സെന്ററിൽ നടക്കുന്ന കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ ആകട്ടെ, ഈ സെന്ററിൽ നടക്കുന്ന QHLS ആകട്ടെ, ഈ സെന്ററിൽ നടക്കുന്ന വിജ്ഞാന വേദികളാകട്ടെ, ഇതിലെല്ലാം പഠിപ്പിക്കുന്നത് ഓരോ പ്രശ്നത്തിന്റെയും നമ്മുടെ മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ പ്രശ്നങ്ങളുടെ ആ നാരായ വേരേതാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും അതിനെ കൊത്തിയടുക്കുവാനുള്ള ശേഷി
അവർക്കുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന വൈജ്ഞാനികമായ ഒരു തുരുത്തിന്റെ പേരാണ് ഈ KM മൗലവി ഈ സെന്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയും, ഇത് ഇവിടെ വിസ്ഡത്തിന്റെ പ്രവർത്തകർക്ക് മാത്രമാണോ, അതോ മക്കളുള്ള എല്ലാവർക്കുമാണോ, കുടുംബമുള്ള എല്ലാവർക്കുമാണോ? അതെ, ഇവിടെ ഒന്നാമതായി നടക്കാൻ പോകുന്നത് ഇന്ന് കാലം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന്റെ തുരുത്തായിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാൻ പോകുന്നത്. അതിന് KM മൗലവിയുടെ വഴി വളരെ കറക്റ്റാണ്. ആ വഴി മാത്രം പറഞ്ഞ് ഞാൻ എന്റെ സംസാരത്തിന്റെ അവസാനത്തിലേക്ക് പോകുകയാണ്. ഒന്നെന്താണെന്നറിയാം, KM മൗലവിയുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, തിന്മക്കെതിരെ ധീരമായി ശബ്ദിച്ചു എന്നതാണ്. അവർക്കെന്ത് തോന്നും, ഇവർക്കെന്ത് തോന്നും എന്നൊന്നും വിചാരിക്കാതെ തെറ്റാണ്, തിന്മയാണ്, അധർമ്മമാണ്, ശിർക്കാണ്, ബിദ്അത്താണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ എഴുന്നേറ്റ് നിന്ന് അതിനെതിരെ ധീരമായി പോരാടി എന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത. ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനത്തിന്റെയും ഒന്നാമത്തെ സവിശേഷത അതായിരിക്കും. തൗഹീദിന് വേണ്ടി നിലകൊള്ളുന്നുവെന്നതാണ്. അല്ലാഹുവിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഏ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ മുൻഗാമികളെ സൃഷ്ടിച്ച ആ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. എന്തിന്? അതാ പ്രശ്നം. എന്തിന്? ആ ചോദ്യത്തിന് ഉത്തരമാണ് പ്രധാനം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറാൻ, നിങ്ങൾ മോഷണം നടത്തുന്ന ആളാകാതിരിക്കാൻ, നിങ്ങൾ വ്യഭിചാരിയാകാതിരിക്കാൻ, എട്ടും പൊട്ടും തിരിയാത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പീഡിപ്പിക്കാതിരിക്കാൻ, ആൾക്കൂട്ടങ്ങൾ കൂടി നിൽക്കുന്നിടത്ത് ചാവേറായി പൊട്ടിത്തെറിക്കാതിരിക്കാൻ, നിങ്ങൾ ഭീകരവാദിയാകാതിരിക്കാൻ, നിങ്ങൾ തീവ്രവാദിയാകാതിരിക്കാൻ, നിങ്ങൾ ഭാര്യമാരെ പീഡിപ്പിക്കുന്നവരാകാതിരിക്കാൻ, നിങ്ങൾ ഭർത്താക്കന്മാരെ അനുസരിക്കാത്തവരാകാതിരിക്കാൻ, നിങ്ങളുടെ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളാതിരിക്കാൻ, രഹസ്യത്തിലും പരസ്യത്തിലും നേരും നെറിയും കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ സദാസമയവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പടച്ച തമ്പുരാനുണ്ട്. ആര് കണ്ടില്ലെങ്കിലും അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആ റബ്ബുൽ ആലമീനെ അല്ലാതെ ഞാൻ ശൈഖന്മാരെ ഭയപ്പെടുകയില്ല, ഞാൻ മക്ബറകളെ ഭയപ്പെടുകയില്ല, ഞാൻ മുഹ്യിദ്ദീൻ ശൈഖിനെ ഭയപ്പെടുകയില്ല, ഞാൻ ബദരീങ്ങളെ ഭയപ്പെടുകയില്ല, ഞാൻ ഉഹ്ദീങ്ങളെ ഭയപ്പെടുകയില്ല. അതുപോലെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന CM മടവൂരിനെ അല്ല ഞാൻ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഭയപ്പെടുക. റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാനെ മാത്രമേ ഞാൻ ഭയപ്പെടുകയുള്ളൂ. എനിക്ക് എന്തൊരു ഖൈർ വരാനുണ്ടോ അത് അല്ലാഹുവിൽ നിന്നാണ്, എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുണ്ടോ അതും അല്ലാഹുവിൽ നിന്നാണ് എന്ന ഉറച്ച ബോധ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യാതൊന്നും പേടിക്കാനില്ല. അയാൾ കൃത്യമായ വഴിയിലൂടെ ആയിരിക്കും സഞ്ചരിക്കുക. ഇപ്പൊ ഇവിടെ ഈ തിരൂരങ്ങാടിന്റെ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ കടകളിലേക്ക് നോക്കൂ. ആ കടകളിലൊക്കെ ഉണ്ടാവും ഇപ്പോ എഴുതി വെച്ചൊരു ബോർഡ് ഉണ്ടാവും. എന്താ? ഇത് CCTV ക്യാമറയുടെ നിയന്ത്രണത്തിലാണ്, നിരീക്ഷണത്തിലാണ്. എന്തിനാ ബോർഡ് വെക്കുന്നത്? ഇതിന്റെ ഉള്ളിൽ കയറിയ മര്യാദക്ക് പെരുമാറിക്കൊണ്ടുണ്ട്. അതാണ് എന്റെ ഭാഷ. ആദ്യം തന്നെ നമ്മളൊന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം. എന്തിനാ നാഷണൽ ഹൈവേയിൽ ക്യാമറ? ആരാ ബെൽറ്റ് ഇടാത്തത്? ആരാ ഓവർ സ്പീഡ് പോണത്? പിടിക്കാൻ തന്നെയാണ്. എന്തിനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഞ്ചിങ് മെഷീനും ഇതുപോലുള്ള ക്യാമറകളും? അവിടെ അച്ചടക്കമുണ്ടാകാനാണ്. അപ്പൊ എന്താ ഇത്? ഈ ലോകം അത്രയും പുരോഗമിച്ചിട്ടും എന്ത് യുക്തിയിലാണ് ഇന്ന് ഇവിടെ ഡിസിപ്ലിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ആ യുക്തി എന്താണെന്നറിയോ? നിങ്ങളെ ഒരാൾ നിരീക്ഷിക്കുന്നു, നിങ്ങളെ ഭരണകൂടം നിരീക്ഷിക്കുന്നു, നിങ്ങളെ നിയമ സംവിധാനം നിരീക്ഷിക്കുന്നു. ഈ ബോധം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് സമൂഹത്തെ നേരെ നിർത്തുന്നത്. പക്ഷെ ഈ CCTV ക്യാമറന്റെ പരിമിതി എന്താ? അത് വെക്കുന്ന ആൾക്കാരല്ലേ പറയല്, അത് വെക്കാൻ വേണ്ടി വിളിച്ചാൽ അവര് പറയുന്നത് എവിടേക്കാ വെക്കേണ്ടി ചോദിച്ചു. അപ്പൊ നമ്മൾ സ്ഥലമൊക്കെ ഇങ്ങനെ പോയിന്റൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ പറയും അത് ശരിക്കും ഇപ്പൊ എല്ലായിടത്തും ചെയ്യണം. എങ്ങനെ വെച്ചാല് ഒരു 10-12 വെക്കും, 2-3 വർക്ക് ചെയ്യുള്ളൂ, ബാക്കിയൊക്കെ ഡെമോ ആയിരിക്കും. അപ്പൊ കാര്യപ്പെട്ടോടത്തൊക്കെ നിങ്ങൾ പറയും ബാക്കിയുള്ളടത്തൊക്കെ ഡെമോ വെക്കാം. പിന്നെ ഈ കാര്യപ്പെട്ടോടത്ത് വെച്ച സാധനം എന്ത് ചെയ്യും? 4-5 മാസം കഴിയുമ്പോൾ അത് കേടുവരും, പിന്നെ ആരും നോക്കലുണ്ടാവും. എന്നാലേ ഇതിനോടൊന്നും ഉപമിക്കാൻ പറ്റാത്തതാണ് പടച്ച തമ്പുരാൻ.
പക്ഷേ അതിന്റെ യുക്തി എന്താ? അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളതാണ് മനുഷ്യൻ നന്നാകാനുള്ള ഒരു മാർഗം. പടച്ചോനെ കാണുന്നുണ്ട്, ആര് കണ്ടില്ലെങ്കിലും, സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും, ആകാശത്താണെങ്കിലും ഭൂമിയിലാണെങ്കിലും, ഹോസ്റ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും, ബെഡ്റൂമിലാണെങ്കിലും ബാത്റൂമിലാണെങ്കിലും, എവിടെയാണെങ്കിലും എന്നെ സദാസമയവും അള്ളാഹ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പടച്ചോന്റെ നിയന്ത്രണത്തിലാണ് ഞാനുള്ളത്. അണുമണിത്തൂക്ക നന്മയാകട്ടെ തിന്മയാകട്ടെ ചെയ്താല് അത് നിങ്ങൾ അവിടെ കാണും. ഒരു പരലോകമുണ്ട്, പടച്ചോനുണ്ട്. ഈ ബോധം മനുഷ്യന്മാർക്ക് ഉണ്ടായാലേ എന്ത് ചെയ്യുള്ള ആൾക്കാർ നന്നാവുള്ളൂ. ഇതൊരു ഉട്ടോപ്പിയാണ് അല്ലേ? ഇതിനേക്കാൾ മോശമായ ഒരു കാലഘട്ടമായിരുന്നു 6ാം നൂറ്റാണ്ട്. ആ 6ാം നൂറ്റാണ്ടിൽ 3W 3W, വാർ, വൈൻ, വിമൺ, യുദ്ധം, കള്ള്, വൈന്, അതുപോലെ തന്നെ സ്ത്രീ. ഇതിന്റെ പിന്നാലെയായിരുന്നു ആ സമൂഹം. ആ സമൂഹത്തെ മാറ്റിമറിക്കാൻ ഉപയോഗിച്ച വജ്രായുധം ഈ വിശുദ്ധ ഖുർആനായിരുന്നു. ആ വിശുദ്ധ ഖുർആനിലുള്ള ആശയം ഈ തൗഹീദായിരുന്നു, ഈ അല്ലാഹനെ കുറിച്ചുള്ള പേടിയായിരുന്നു. ഇത് കൊടുത്തുകൊണ്ടാണ് ആ സമൂഹത്തെ മാറ്റിയത്. അതുകൊണ്ട് ആയിഷ ബീവി പറഞ്ഞത് എന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ആദ്യം എങ്ങാനും വന്ന് നിങ്ങൾ വ്യഭിചരിക്കരുത്, പലിശ വാങ്ങരുത്, ആക്രമിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ ആരും കേൾക്കില്ലായിരുന്നു. പക്ഷെ ആദ്യം 10-13 കൊല്ലം എന്ത് ചെയ്തു? ശരിക്കും തൗഹീദിനെ പഠിപ്പിച്ചു, അള്ളാഹിനെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. ആ ബോധം ഉണ്ടായപ്പോ പിന്നെ ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് വിരമിക്കാനായില്ല മനുഷ്യന്മാരെ, ഈ കള്ളുടി നിർത്താനായില്ലേ എന്ന് ചോദിക്കുന്നതോടുകൂടി ഉടനെ ചഷകാട് വെക്കുകയാണ്. വായിലേക്ക് ഇറങ്ങിപ്പോയത് വിരലിട്ട് ഛർദിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങി വെച്ചത് അവിടെ തട്ടി നിരപ്പാക്കുകയാണ്. എന്തേ കാര്യം? അവർക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ഒരു പേടിണ്ടായി, ഹൃദയത്തിൽ പരലോകത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മ ഉണ്ടായി, ജീവിതത്തെ കുറിച്ചുള്ള ഒരു വീക്ഷണം ഉണ്ടായി, ഒരു ലക്ഷ്യബോധം ഉണ്ടായി. ഈ ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കുക അല്ലാതെ ഇന്ന് നമ്മുടെ നാട് അനുഭവിക്കുന്ന പ്രശ്നത്തിന് വേറൊരു പരിഹാരമല്ല. പക്ഷെ ഈ ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കേണ്ട മദ്രസകളിൽ പോലും ഇന്ന് സംഭവിക്കുന്നത് എന്താ? ഇത് ഉണ്ടാക്കി കൊടുക്കേണ്ട ബാലപാഠം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് മദ്രസകൾ എന്ന് പറയുന്നത്. പക്ഷെ ആ മദ്രസകളിൽ നിന്ന് പോകുന്ന ടൂറുകൾ പോലും ഞാൻ സോഷ്യൽ മീഡിയകളിൽ ചില ആളുകൾ എനിക്ക് അയച്ചു തരാറുണ്ട്. അത് ഇന്ന മദ്രസന്ന് പോയ ഉസ്താദന്മാരും കുട്ടികളും പോയ ടൂറാണ്. എന്താ? ആ വണ്ടിയുടെ അതിനുള്ളിൽ കയറിയിട്ട് ലൈറ്റ് മങ്ങിയ ലൈറ്റ് ഇട്ടിട്ട് ഒരു പുക ഇട്ടിട്ട് കുട്ടികളും ഉസ്താദന്മാരും ചാടാണ്. പിന്നെന്താ വ്യത്യാസം? ഏത് സംസ്കാരത്തേക്കാണ് നമ്മൾ ഈ മദ്രസകൾ കൊണ്ടുപോകുന്നത്? എന്തിനാണ് ഈ KM മൗലവി സ്റ്റഡി സെന്റർ? എന്തിനാണ് ഇവിടെ ഒരു മദ്രസ? ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ആ മദ്രസക്ക് ഒരു വ്യതിരിക്തതയുണ്ട്. നെല്ലും പതിരും വേർതിരിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു സ്പീച്ച് സ്റ്റാൻഡിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ചല്ല ഈ സ്റ്റഡി സെന്ററിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. മറിച്ച് ഇവിടെ നിങ്ങളുടെ അവസാനമല്ല, ഇവിടെ മുതലാണ് നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നത് എന്നാണ് പഠിപ്പിച്ചത്. ഇവിടുന്ന് അങ്ങോട്ടൊരു ജീവിതമുണ്ട്, അതിന്റെ പേരാണ് പരലോകം എന്ന് പറയുന്നത്. അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനമല്ല. ഇതിനുശേഷം നിങ്ങൾ എല്ലാവരും മരിക്കുക തന്നെ ചെയ്യും. ആർക്കൊരു സംശയമുണ്ടോ? ഞാൻ അള്ളാഹിനെയും പരലോകത്തൊന്നും അംഗീകരിക്കൂല, അതൊക്കെ പരലോകം എന്നൊക്കെ പറഞ്ഞ ആലങ്കാരികാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഫാറൂഖ് കോളേജിൽ നിന്നൊരു വാർത്ത അല്ലെ, അവിടെ ഒരു നോവൽ എഴുതിയതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം അവിടെ കുടുംബിരിക്കുള്ള. എന്താ അതിന്റെ ആകത്തുക? ഈ പടച്ചോനെയും പരലോകത്തെയും ഇതുപോലെയുള്ള ഈ കാര്യം ധാർമ്മികതയും സംസാരിക്കുന്ന ആളുകളെ കൊച്ചാക്കി പരിഹസിച്ച് തള്ളുക. അതിന്റെ പേരിലാണ് അത് വലിയൊരു പ്രശ്നമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഏത് ജീവിതത്തിലേക്കാണ് ഇവരൊക്കെ കൊണ്ടുപോകുന്നത്? ഇവിടെ വരെ ജീവിതം ഉള്ളൂ എന്നുള്ളടത്തേക്കാണ് ഇവരൊക്കെ കൊണ്ടുപോകുന്നത്. അവിടേക്ക് തന്നെയാണോ ഇനി നമ്മളെ മദ്രസകളും കൊണ്ടുപോകേണ്ടത്? അവിടേക്ക് തന്നെയാണോ ഇനി മതപണ്ഡിതന്മാർ കൊണ്ടുപോകേണ്ടത്? അവിടേക്ക് തന്നെയാണോ നമ്മുടെ മുൻഗാമികൾ പടുത്തുയർത്തിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികളെ കൊണ്ടുപോകേണ്ടത്? അതിലേക്കാണോ? അതോ ഇവിടെ അവസാനിക്കുന്നില്ല രണ്ടാമതൊരു ജീവിതം ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാടിലേക്കാണോ? ഇതാണ് ഇവിടെ മർമ്മപ്രധാനമായ ചോദ്യം. ഇവിടെ അധികം വിഭാഗങ്ങളൊന്നും ആരും തിരിക്കേണ്ട. ഇവിടെ രണ്ട് വിഭാഗമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ദുനിയാവിന്റെ ആൾക്കാരും ഒന്ന് ആഖിറത്തിന്റെ ആൾക്കാരും. ഉറപ്പാണ് ഈ സെന്ററും ഇതിന്റെ സംഘാടകരും ഇവിടെ നടക്കാൻ പോകുന്ന പഠന പരിപാടികളും ആഖിറത്തിലേക്കുള്ളതാണ്.
അതിന്റെ അർത്ഥം എന്താ? ദുനിയാവ് വേണ്ടെന്നാണ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ പ്രാർത്ഥന ആർക്കാ അറിയാത്തത്? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ, റബ്ബേ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഹസനത്ത് തരണേ. അപ്പൊ ദുനിയാവ് നിങ്ങൾ വിസ്മരിക്കണ്ട. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിങ്ങൾക്ക് നൽകിയ വിഭവം കൊണ്ട് ആ ദാറുൽ ആഖിറ പരലോകം നിങ്ങൾ പ്രതീക്ഷിക്കുക, അതിനു വേണ്ടി പണിയെടുക്കുക. വലാ തൻസ നസീബക മിനദ് ദുനിയാ, എന്നാൽ ദുനിയാവിൽ നിന്ന് ഓഹരി നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾ മറക്കുകയും വേണ്ട. അപ്പൊ ദുനിയാവിൽ നമുക്ക് ജീവിക്കണം, പക്ഷേ ജീവിതം യഥാർത്ഥത്തിലുള്ളത് ഇവിടെയല്ല, അത് പരലോകത്താണ്. അവിടെയാണ് ലഹിയൽ ഹയവാൻ, ശാശ്വതമായ ജീവിതം അവിടെയാണ്. അവിടെയാണ് ശാശ്വതമായ ശിക്ഷയും രക്ഷയും ഉള്ളത്. എല്ലാ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്ന. ആർക്കെങ്കിലും സംശയം ഉണ്ടോ കാര്യത്തിൽ? ഇപ്പൊ ഞാനിവിടെ നിന്ന് സംസാരിക്കണം, എന്റെ സംസാരം അവസാനിപ്പിച്ച് ഞാനിവിടെ ഇരിക്കുമെന്ന് എന്ത് ഗ്യാരണ്ടിയാണ് എനിക്ക് പറയാനുള്ളത്? നിങ്ങൾ എന്നെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന ആളുകള് ഇത് പൂർണ്ണമായി കേട്ട് കഴിഞ്ഞ് വീട്ടിൽ എത്തുമെന്ന് ആർക്കാ ഉറപ്പ് പറയാൻ പറ്റും? ഞാൻ അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, കഴിഞ്ഞ ദിവസം നമ്മളെ ജാമിഅ അൽ ഹിന്ദിന്റെ കോൺവൊക്കേഷൻ ഉണ്ടായി. ആ കോൺവൊക്കേഷൻ അന്ന് രാവിലെ ഞങ്ങൾ അവിടെ ഒരു ശില്പശാല വെച്ചു. കേരളത്തിലെ മുഴുവൻ ട്രഷറർമാരെ, ഈ സംഘടനയുടെ മുഴുവൻ ട്രഷറർമാരെയും വിളിച്ചുകൂട്ടി ഒരു പരിശീലനം. വിശുദ്ധ റമദാനിലേക്ക് കടക്കുമ്പോൾ ജാമിഅ അൽ ഹിന്ദിന്റെ ആവശ്യത്തിന് വേണ്ടി ഈ റമദാൻ മാസത്തിലാണ് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്നത്. അതുപോലെ ഈ സംഘടനയുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വർഷത്തേക്കുള്ള ഫണ്ട് റമദാൻ മാസത്തിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അത് പറയുമ്പോൾ ഞാൻ പറയും, കേൾക്കുന്ന ആൾക്കാരൊക്കെ റമദാനിൽ നിങ്ങളൊരു വിഹിതം അടുക്ക് മാറ്റിയേക്കണം. ഈ രണ്ട് കാര്യത്തിൽ നിങ്ങൾ മാറ്റിയേക്കണം. ഒരു പ്രയോറിറ്റി വേണം നമുക്ക്. കാരണം നമ്മൾ കൊടുക്കണ കാശുണ്ടല്ലോ, അതിനോട് ഗുണം കിട്ടും. അത് ആ 71 ഹിക്കമിമാരാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. 71 ഹിക്കമിമാർ. നമ്മൾ ആലോചിച്ചു, 10-17 ആള് ഇപ്പൊ മദീന യൂണിവേഴ്സിറ്റിയിൽ അവിടെ വിദേശ രാജ്യങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പണ്ഡിതന്മാര് നാട്ടിലിറങ്ങി അവര് മരിക്കുന്നത് വരെ അവരിലൂടെ ഉണ്ടാകുന്ന എന്തൊക്കെ ഹൈറാത്തുകൾ ഉണ്ടാവും, അതിന്റെ ഒക്കെ കൂലി നമുക്ക് കിട്ടില്ല. അതേപോലെ ഇപ്പൊ ഞാൻ അവിടെ പ്രസംഗിക്കുന്നു, കേരളത്തിൽ നിരന്തരമായ ദഅ്വാ പ്രവർത്തനങ്ങൾ നടക്കുന്നു, പള്ളികൾ ഉണ്ടാകുന്നു. ഇതെന്തുകൊണ്ടാണ്? ഈ സംഘടന ഉള്ളത് കൊണ്ട്, അതിന്റെ പ്രബോധനം നടക്കുന്നത് കൊണ്ടാണ്. എത്ര ആളുകൾക്ക് വെളിച്ചം കിട്ടും? അപ്പൊ നമ്മൾ കൊടുത്തൊരു കാശ് കൊണ്ടാണ് ഈ പ്രബോധനം നടക്കുന്നതെങ്കിൽ, ലഘുലേഖ അടിക്കുന്നതെങ്കിൽ, പ്രസംഗം നടക്കുന്നതെങ്കിൽ അതിന്റെയൊക്കെ കൂലി നമുക്ക് കിട്ടില്ലേ? നമ്മൾ മരിച്ചാൽ ജാരിയായ സ്വതക്കെയാണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ റമദാനിലെ ഫണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഇത് ഈ രണ്ട് കാര്യത്തിൽ നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തും. ഇപ്പൊ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, ഇതിന് വന്ന ആ വ്യക്തി, ഞങ്ങൾ റെസിറ്റും കാര്യമൊക്കെ കൊടുത്തത് വാങ്ങിപ്പോയ മനുഷ്യനാണ്. ജാമ്യന്റെ പരിപാടി കഴിഞ്ഞ് സന്തോഷത്തോടെ പോയാണ്. പക്ഷെ തൊട്ടടുത്ത ദിവസമാണ് കാളികാവിൽ വെച്ച് അദ്ദേഹം പെട്ടെന്ന് ഒരു പ്രയാസം ഉണ്ടായി. തൊട്ടടുത്ത ദിവസം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളൊക്കെ അന്ന് അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്, എന്ത് നമ്മുടെ ജീവിതം ഇന്ന് കഴിഞ്ഞാൽ നാളത്തെ പ്രഭാതം നമുക്ക് ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അപ്പൊ ഞാൻ പറയണ നമ്മളും കേൾക്കും. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ഇശാക്ക് ശേഷം ഞങ്ങൾ തുടരണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ഇശാസ്കാർക്ക് കൂടി നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ 20 മിനിറ്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 15 മിനിറ്റ് കൂടി ഞാൻ സംസാരിക്കട്ടെ. ഒന്നിച്ച് നമുക്ക് ജമാഅത്തിന് പോവാം. അതിന്റെ ഇടയിൽ ഞാനും ഇപ്പം എന്ത് ചെയ്യണ്ട, പോണ്ട നമുക്ക്. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, നമ്മള് വിചാരിക്കണെന്ത് നമ്മൾ നാളെ ഉണ്ടാവും, അതുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എത്ര അനുഭവം, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനാണ് എന്ത്. ഞാനവിടെ പോയി ജനാസി പങ്കെടുത്തി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ സുഹൃത്തുക്കൾ ഇപ്പൊ നമ്മളുണ്ട്, രാവിലെ ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ മരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നേരം പോലും നമുക്ക് അത്ര നിസ്സാരന്മാരാണ്. അത് നമുക്ക് എപ്പോഴും നല്ല ഓർമ്മ വേണം. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ യാതൊരു കറയുമില്ലാതെ ഈ ദീനിനോട് 100% നിഷ്കളങ്ക പാലിച്ച് നമ്മൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കും. ഇനി റമദാൻ മാസം വരാൻ പോകും. ആ
ആ റമദാൻ ഇൻഷാ അല്ലാഹ് എനിക്ക് മുഴുവൻ നോമ്പ് നോൽക്കണം, എനിക്ക് ഖുർആൻ പാരായണം ചെയ്യണം. അതേപോലെ ഈ സെന്റർ ഇവിടെ വരില്ലേ, നിങ്ങളൊരു തീരുമാനം എടുക്കണം. എന്താ തീരുമാനം? എന്റെ കുട്ടി അവിടെ ഇപ്പൊ നടക്കാൻ പോണെന്ന് വെച്ചാൽ ഒന്ന് ഞാൻ ഈ പറഞ്ഞ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ശരി പടച്ചോണ്ട് പരലോകമുണ്ട് എന്നുള്ള ജീവിതം നടന്നപ്പോ അവിടെയാണ്, ഇവിടെ അല്ല എന്ന വിഷയം ഉണ്ടല്ലോ. ആ ഒരു ഓർഡറിലേക്ക് മൈൻഡിലേക്ക് നമ്മുടെ മക്കളെ കുടുംബത്തിൽ കൊണ്ടുവരല്ലാതെ ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. എത്ര നിങ്ങൾ അടിച്ചു പൊളിക്കുന്ന ജീവിതത്തിൽ പോയിക്കോളൂ, അതിന്റെ അവസാനം എന്താണെന്നറിയോ? അതിന്റെ അവസാനം വേറൊന്നുമല്ല. ഇന്റർനെറ്റിൽ സമയം ചെലവഴിക്കുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി. ഇപ്പൊ ലോകത്തിന് വലിയ ചർച്ച നടക്കുന്നുണ്ട്. എന്താ ചർച്ച? എപ്സ്റ്റീൻ ഫയൽസ്. എന്താ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞാൽ? എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനുള്ള പരിപാടി എന്താന്ന് വെച്ചാൽ ഇന്റർനാഷണൽ തലത്തിലുള്ള വലിയ വലിയ ഗസ്റ്റുകൾ, ആൾക്കാർ, സെലിബ്രിറ്റികൾ, രാഷ്ട്രീയക്കാർ, അതുപോലെ ക്രിക്കറ്റ് കളിക്കാര്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ലൈംഗികമായ അരാജകത്വത്തിന് വഴി കൊടുക്കുന്ന ഒരു ലൈംഗിക കുറ്റവാളിയാണ് അദ്ദേഹം. പിന്നെ ആത്മഹത്യ ചെയ്തു. ഇപ്പൊ അദ്ദേഹത്തിന്റെ കേസ് നടപടികൾ പോയപ്പോ അദ്ദേഹത്തിന്റെ കേസ് കോടതിയിൽ എത്തിയപ്പോ ആ കേസിന്റെ ഭാഗമായി കോടതി പുറത്തുവിട്ട രേഖകളാണ് എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്നത്. ആ ഫയൽ എന്താണെന്ന് അറിയാം? പ്രമുഖരായ ആളുകൾ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുതൽ മുൻ പ്രസിഡന്റ് മുതൽ ഇന്ത്യയിലെ നമ്മുടെ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളുടെ പേരുകൾ വരുന്നുണ്ട്. അവരപ്പ പേരുണ്ട് വിചാരിച്ച് കുറ്റവാളികളാണ് നല്ല പറയുന്നത്. ക്ഷാമമല്ലാതിരിക്കുക വലിയ ചർച്ചയാണ് ലോകത്ത്. അപ്പൊ എന്താ? ചെറിയ കുട്ടികളെയാണ് പീഡിപ്പിക്കുന്നത്, ചെറിയ കുട്ടികളെ. മദ്യവും പെണ്ണും അതിലൊക്കെ അഭിരമിച്ചിട്ട് അവസാനം ഒന്നും അല്ലാത്തൊരവസ്ഥയ്ക്ക് പോവുക. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് സമാധാനം ഈ കള്ളലും പെണ്ണിലും ചാടിക്കളിയിലും അല്ല, അത് ദുരന്തത്തിലേക്കും ആത്മഹത്യയിലേക്കും ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കയറി താഴേക്ക് ചാടുന്നതിലേക്കും. ഇപ്പോ തൊടികപ്പുലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് പഠിച്ച് ഞാൻ പൊതുപരിപാടിക്ക് പോയി. അപ്പൊ അവിടുത്തെ ആൾക്കാർ പറഞ്ഞതാ, അവിടെ ആ സ്കൂളിന്റെ മുമ്പിൽ പിന്നെ പ്രദേശത്ത് ആ കുട്ടി മരിച്ച പ്രദേശത്ത് പരിപാടി വെച്ചിരുന്നു. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ആൾക്കാരൊക്കെ നമ്മളെ ആൾക്കാരൊക്കെ പട കൂടിയിട്ട് ഞാനവിടെ പോയി പ്രസംഗിച്ചു ഒരു മണിക്കൂർ. അതായത് 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിനെ +1 പഠിക്കുന്ന ചെക്കൻ കുറ്റിക്കാണ്ട് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കയ്യും കാലും കൂട്ടിക്കെട്ടിയിട്ട് പിന്നെ ശ്വാസം മുട്ടിച്ച് കൊണ്ടിരിക്കുക. ഇവിടേക്കാണ് ഇത് അവസാനിക്കാൻ പോകുന്നത്, ഈ ലിബറൽ സമൂഹം. ഇവിടേക്കാണ് നമ്മളെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ചോദിക്കും എന്ത് പരലോകം, എന്ത് പടച്ചോന്നാ ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരു കോംപ്രമൈസും വേണ്ടതിന് പരിഹാരം എന്താന്ന് വെച്ചാൽ മര്യാദക്ക് മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറി, ഞാനേലും പറഞ്ഞ തിരുരങ്ങാടിക്കാർ, ഞാൻ എത്രക്കാരനാണ്, ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കണ്ടു, നിങ്ങളാരേലും ഉള്ളിൽ കാരണത്തുണ്ടെന്ന് കയറി കണ്ടുകൊണ്ട് നല്ല AC സംവിധാനമുള്ള വിശാലമായ മദ്രസ പിന്നെ ക്ലാസ് റൂമുകളുണ്ട്. അപ്പൊ മദ്രസ എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി? ഡെയിലി മദ്രസ ഇപ്പല്ല, ശനി ഞായർ എന്ന് പറഞ്ഞു. അത് ശനി ഞായർ കഴിഞ്ഞപ്പോ ഞായർക്ക് മാത്രമായി, അതും കഴിഞ്ഞപ്പോ ഓൺലൈൻ മദ്രസ ആവശ്യമുള്ള ഭാഗങ്ങളുണ്ട്, അതവിടെ കിടക്കട്ടെ. ഒരു മദ്രസ ഇല്ലാത്തവർക്ക് ഓൺലൈൻ മദ്രസ. അതേപോലെ തന്നെ വലിയ ടൗണുകളിൽ ഒരു സംവിധാനം ഇല്ലാത്തവർക്കാണ് ശനി ഞായർ മദ്രസ. പക്ഷെ തിരുവരങ്ങാടി പോലെ, അരീക്കോട് പോലെ, എടത്തനാട്ടുകര പോലെ, എടവണ്ണ പോലെ, ഇതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ പ്രദേശങ്ങളിൽ ഡെയിലി മദ്രസ വേണം. അത് നടത്താൻ സംഘാടകർക്ക് ധൈര്യം വേണം, അതിന് രക്ഷിതാക്കൾ ധൈര്യം കൊടുക്കണം, കുട്ടികളെ പറഞ്ഞയക്കണം. ഇൻഷാ അല്ലാഹ് ഇവിടെ ഡെയിലി മദ്രസ ഉണ്ടാകണല്ലേ? അത് തുടങ്ങണം. വേറെ ഒരു ഞായറാഴ്ചക്ക് വേണ്ടി അല്ല ഈ കെട്ടിടം എന്ന് പറയുന്നത്. ഇവിടെ ഞായറാഴ്ച ഒരു 2 കല്യാണം ഉണ്ടായ പിന്നെ ആ കുട്ടിക്ക് ഒരു മാസത്തിൽ ഒരു ക്ലാസ് കിട്ടുക. എന്നിട്ട് മര്യാദക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആരാ പടച്ചോ, ആരാ പരലോകം, എന്താ പരലോകം, ഇത് ചെറുപ്പത്തിൽ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. ഈ ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കണം. ഈ ലിബറലിസത്തിനെതിരെ പടച്ചട്ട അണിയാൻ നമ്മുടെ മക്കൾക്ക് കരുത്തുണ്ടാകണം. പക്ഷേ അത് അവിടെ അവസാനിച്ചാൽ മതിയോ? അവിടെ അവസാനിച്ചാൽ പോരത്. അത് കുട്ടികൾ 7ാം ക്ലാസ് 8ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അവർ +1 +2 അങ്ങനെ വരികയല്ലേ. ആ ടൈമിലാണ് പച്ചയായി ഇസ്ലാമിക വിരോധം എന്ത് ചെയ്യുന്നത് ക്യാമ്പസ് എന്ന് കാണുന്നത്. അപ്പോഴാണ് അതിനെ കുറിച്ചുള്ള ക്ലാസ് കൊടുക്കുന്നത്. അതിനെന്ത് വേണം? മദ്രസയെ തുടർന്നുള്ള ഒരു മതപഠനം കൊടുക്കണം. ആ മതപഠനത്തിന്റെ പേരാണെന്ത്? കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ. എന്തിന്റെ കണ്ടിന്യൂയിങ്?
ഈ മദ്രസയുടെ തുടർച്ച, അതിന്റെ തുടർ മത പഠന പദ്ധതിയുടെ പേരാണ് CRE എന്ന് പറയുന്നത്. ഇതൊക്കെ കണക്ഷൻ ഉണ്ട്. ഇത് വെറുതെ വികാരത്തിന് വേണ്ടി തുടങ്ങിയ പരിപാടികളല്ല. അവിടെ എന്നെ ഇവിടെ ഇരിക്കുന്നത് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ആ കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ 8, 9, 10, +1, +2 കുട്ടികൾ നിങ്ങളെ മക്കളുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. രാവിലെ ഉണ്ടല്ലോ കുട്ടികളെ ബൈക്ക് കൊടുത്തുങ്ങാണ്ട് പിന്നെ വണ്ടി എടുത്ത് കാർ കൊടുത്തുങ്ങാണ്ട് ഈ 3 വയസ്സുള്ള 3.5 വയസ്സ് 4 വയസ്സുള്ള കുട്ടികളെ ഏട്ടങ്ങാറാക്കി കണ്ണൊക്കെ തിരുമ്പി നേരാക്കി അല്ലെ, മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് യൂണിഫോം ഒക്കെ ധരിപ്പിച്ച് വലിച്ചു കൊണ്ടുപോയി വാനിലിട്ടുങ്ങാണ്ട് പിന്നെ സ്കൂളിൽ കൊണ്ടുപോയി പോരുന്നില്ലേ നമ്മള്? എത്ര കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇന്ന് വല്യപ്പാർക്കൊക്കെ അതാ കുട്ടികളെ കൊണ്ടുപോയാക്കല. ആ കൊണ്ടുപോയാക്കൽ എന്താ ഇങ്ങനെ CRE ഉണ്ടെന്ന് പോകാത്ത ചോദിക്കാത്ത? എന്താ മോളെ ഇവിടെ ഇരിക്കണത്, എന്താ പോകാത്തത് ചോദിക്കാത്തത്? അത് ചോദിച്ചോളില്ലെങ്കിൽ ഈ കുട്ടി നമുക്ക് ഭാവിയിൽ നമുക്ക് വെല്ലുവിളിയാവും. മനസ്സിലായോ? അതിനാ CRE എന്ന് പറയുന്നത്. ആ CRE പ്രായം കഴിഞ്ഞാൽ പിന്നുള്ളവർക്കാണെന്ത് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ അഥവാ QHLS. അത് ഈ ഇരിക്കണ എല്ലാവർക്കും പങ്കെടുക്കാനുള്ളതാണ്. എന്നെ കേൾക്കുന്ന കുറെ സ്ത്രീകളുണ്ട് മുകളിൽ. ഞാൻ ആ ഓഡിറ്റോറിയത്തിൽ കയറി നോക്കി. ആ സ്ത്രീകളൊക്കെ ഞാൻ പറയണം, ഈ സ്ഥാപനം തുടങ്ങിയാൽ ആ QHLS നമ്മൾ എത്തണം. എന്താണ് ഖുർആൻ, അതിന്റെ അറബി, അതിന്റെ കാര്യങ്ങള്, ഹദീസ്, അത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചെറിയ കാര്യമല്ല. ഇവിടെ ഇതിന് പറ്റിയ പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ആ ക്ലാസ്സോടെ നടക്കും. ആ ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുക്കണം. ഒരു കാര്യം കൂടി ഞാൻ സംഘാടകരോട് കൂടി പറയാണ്, ഈ സ്ഥാപനത്തിൽ ഈ തിരൂരങ്ങാടിക്ക് ആവശ്യമായ എല്ലാവർക്കും വരാവുന്ന ഒരു പരിപാടിയാണ്. അതെന്താന്ന് ചോദിച്ചാൽ, ഓരോ സമയത്തും ഇന്ന് ഇസ്ലാമും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വെല്ലുവിളികളാണ് ഇപ്പൊ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മല്ലേ, വഖഫ് ഭേദഗതി നിയമം വന്നു. ആ നിയമം വന്നു. ഉമീദ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു ആപ്പ് വന്നു. ഭയങ്കര കൺഫ്യൂഷൻ. അതിൽ രജിസ്റ്റർ ചെയ്യണ്ടേ, എന്താണ് ഈ നിയമം, എന്താണ് ഈ പ്രശ്നം, ഇതെങ്ങനെയാണ് നമ്മളെ വഖഫ് സ്വത്തിനെ സംബന്ധിച്ച് ബാധിക്കുക, ആകെ കൺഫ്യൂഷനാണ്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ പ്രശ്നം വരുമ്പോ അതിന്റെ മതപരമായ അവസ്ഥ എന്താണ് വഖഫ്, ആ വഖഫ് സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, അതിന്റെ ഇസ്ലാമിക അടിയാധാരങ്ങൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തുണ്ടാക്കപ്പെട്ടിരിക്കുന്ന നിയമം എന്താണ്, ആ നിയമത്തിൽ ഇപ്പോൾ വരുത്തിയ ഭേദഗതി എന്താണ്, ആ ഭേദഗതിയുടെ വെളിച്ചത്തിൽ ഒരു മുസ്ലിം സമുദായം എന്ന് സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്, ഒരു മുത്തവല്ലി സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്, ഇത് തുറന്ന് നമ്മൾ പഠിപ്പിക്കേണ്ടതില്ലേ? അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ ഇതാ ഈ KM മൗലവി സ്റ്റഡി സെന്ററിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന ദിവസം ഒരു ടോപ്പിക് ഉണ്ട്, ഒരു പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾക്ക് വരാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ ആ പ്രശ്നം, ആ വിഷയം അവതരിപ്പിക്കും എന്നുള്ള ഒരു നോട്ടീസ് ഇവിടെ രംഗത്ത് വരണം. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു കൊറിയൻ മ്യൂസിക്കിനെ പറ്റി പറഞ്ഞില്ലേ, ആ പ്രശ്നം എങ്ങനെയാണ് നമ്മളെ കുട്ടികളെ ബാധിക്കുന്നത്, എങ്ങനെയാണ് ഇല്ലായ്മ ചെയ്യുക, എവിടേക്കാണ് ഇത് പോകുന്നത്? അങ്ങനെ ആധുനികമായി നമ്മുടെ രാജ്യവും നമ്മുടെ സമുദായവും നമ്മുടെ ഈമാനിനെ ചോർത്തിക്കളയുന്ന പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അത് നിഴപിരിതിരിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന സാന്ദർഭികമായ ക്ലാസുകൾക്ക് ഈ KM മൗലവി സ്റ്റഡി സെന്റർ ഉപകരിക്കേണ്ടതുണ്ട്. അതാണ് KM മൗലവിയോടുള്ള നീതി എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, KM മൗലവി തൗഹീദിന്റെ പടയാളിയായിരുന്നു. KM മൗലവി അസാമാന്യമായ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു. KM മൗലവി മദ്രസ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരനായിരുന്നു. KM മൗലവി ഇവിടെ ദീനി പ്രബോധനത്തിന് ഒറ്റക്കൊറ്റക്ക് പ്രവർത്തിച്ചാൽ പറ്റില്ല, സംഘടിതമായ രൂപമുണ്ടാകണമെന്ന് പറയുക മാത്രമല്ല, അതിന് ഐക്യസംഘം ഉണ്ടാക്കിയ വ്യക്തിയാണ്. അതിന് KJU രൂപീകരിക്കാൻ മുൻകൈയെടുത്ത വ്യക്തിയാണ്. കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ ആദ്യത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അങ്ങനെ നമ്മൾ ഒറ്റതിരിഞ്ഞ് പ്രവർത്തിക്കേണ്ടവരല്ല, സംഘടിതമായി മുന്നോട്ട് പോകേണ്ടവരാണ്. ഒരു സംഘടനാ ഫോബി എപ്പോഴും നാട്ടിൽ നടക്കുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നത് സംഘടനയൊക്കെ ഉണ്ടാക്കൽ വിദ്യാർത്ഥാണ് എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് ഉദാഹരണം കാണാൻ പറ്റും. ആ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ ആകെ പ്രശ്നമായി കൊണ്ടിരിക്കുന്നത്. വേറെ വശം ഞാൻ ഇതിലേക്ക് പോണില്ല. എന്നാ എഴുതി വെച്ചോ, ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് പോലെ സംഘടനാ ഫോബിയ. സുഹൃത്തുക്കളെ, അതിന്റെ പേരും ആ പറഞ്ഞ ആ സംവിധാനം ഒന്നും വേണ്ട, നമ്മൾ ഒറ്റക്കണ് പോയാൽ മതി എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ എഴുതി വെച്ചോ, അത് വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. അന്ന് KM മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാര് 2 പ്ലാറ്റ്ഫോമുകൾ ഈ കേരളത്തിൽ ഉണ്ടാക്കി തന്നു. അവരുടെ ദീർഘവീക്ഷണത്തിലാണ്, ആ തണൽമരത്തിന് കീഴിലാണ് ഇന്നും തിരൂരങ്ങാടിക്കാർ നിലനിൽക്കുന്നത്, ഇന്ന് കേരളം നിലനിൽക്കുന്നത്. സംശയം വേണ്ട. എന്താണ് ആ 2 പ്ലാറ്റ്ഫോം? ആത്മീയമായി മണ്ണൊരുക്കി KM മൗലവി. അവിടെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രതലമുണ്ടാക്കാൻ KM സീതി സാഹിബിനെ പോലെയുള്ള ആളുകൾ കടന്നു വന്നു. ആ പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടാക്കാൻ ആത്മീയമായ ഒരു പാത ഒരുക്കി കൊടുത്തത് ബഹുമാന്യനായ KM മൗലവിയായിരുന്നു. നമ്മൾ മറക്കാൻ പാടില്ലത്. ഇന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ പോലും മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്.
അത് ഓർമ്മിപ്പിക്കണം, പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കണം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഥവാ 3 കാര്യങ്ങളാണ് പ്രധാനം. ഒന്ന്, തൗഹീദിൽ അടിയുറച്ചുകൊണ്ടുള്ള ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള ദഅവത്ത്. രണ്ടാമത്തേത്, വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള പദ്ധതികൾ. മൂന്നാമത്തേത്, ഇതിനുള്ള സംരക്ഷണത്തിന് ആവശ്യമായ രാഷ്ട്രീയമായ ഒരു സംഘശക്തി. ഇത് 3ഉം ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ. ആ വിജയമാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ മുസ്ലിമീങ്ങൾ ഉള്ളതുപോലെ ഉത്തർപ്രദേശിൽ മുസ്ലിമീങ്ങളുണ്ട്, യുപിയിൽ മുസ്ലിമീങ്ങളുണ്ട്. പക്ഷേ ആ യുപിയിൽ ഇന്ന് മുസ്ലിമീങ്ങൾ ഇപ്പോഴും റിക്ഷ വലിക്കുകയാണ്. അവർക്ക് ആത്മാഭിമാനമില്ല. അവർ ഇന്നും സംഘപരിവാറിനും അതുപോലെ BJP പോലെയുള്ള സംഘടനകൾക്കും വോട്ട് ചെയ്യേണ്ടുന്ന ഗതികേടിലാണ് അവരുള്ളത്. അരക്ഷിതാവസ്ഥയാണ്, നേതൃത്വമില്ല. അവിടെ ഒരു KM മൗലവി ഉണ്ടായില്ല, അവിടെ ഒരു KMCD സാഹിബ് ഉണ്ടാവില്ല, അവിടെ ഒരു MK ഹാജി ഉണ്ടായില്ല, അവിടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഉണ്ടായില്ല, അവിടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഉണ്ടായില്ല. അതാണ് പ്രശ്നം. അങ്ങനെയുള്ള ധീരദേശാഭിമാനികളായ പണ്ഡിതന്മാരായ ആ നേതൃത്വം ഉണ്ടായത് കൊണ്ടാണ് തിരൂരങ്ങാടി ഉണ്ടായത്, എടത്തനാട്ടുകര ഉണ്ടായത്, അരീക്കോട് ഉണ്ടായത്, കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ഉണ്ടായത്, സംഘശക്തി ഉണ്ടായത്. ആ സംഘശക്തിയുടെ ബലത്തിലാണ് ഈ പള്ളികൾ ഉയർന്നു വന്നത്, ഈ അറബി കോളേജുകൾ ഉയർന്നു വന്നത്. അതുകൊണ്ട് അത് നിലനിർത്തുക എന്നത് പ്രശ്നമാണ്. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കുറച്ച് ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നം ഉണ്ടായതിന്റെ പേരിൽ ഈ സംഘടനാ സംവിധാനത്തോട് ഒരു ഫോബിയ നമുക്കുണ്ടാകാൻ പാടില്ല. അത് ഗുരുതരമാണ്. ഒരു 100 കൊല്ലം കൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? 10 മാസം കൊണ്ട് സംഭവിക്കും. മനസ്സിലായോ? അത് സംഭവിച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് KM മൗലവിയെ നമ്മൾ പഠിക്കണം. അദ്ദേഹത്തിന്റെ ഈ ആശയങ്ങൾ, അദ്ദേഹം വെട്ടിത്തെളിയിച്ച വഴി നമ്മൾ ഉൾക്കൊള്ളണം. തൗഹീദിന്റെ മുന്നണി പോരാളികളാകണം. പാണ്ഡിത്യത്തിന്റെ രംഗത്ത് കടന്നു വരണം, മദ്രസയുടെ രംഗത്ത് കടന്നു വരണം. അതുപോലെ സംഘടനാ സംവിധാനത്തെ നമ്മൾ കൈപ്പിടിപ്പിക്കണം. പത്രപ്രവർത്തനത്തിന് മുന്നിലുണ്ടാകണം. വിനയവും അറിവും ധീരതയും സമഞ്ജസമായി ചേർത്ത് വെച്ച മഹാമനീഷിയായിരുന്നു ആ KM മൗലവി. ആ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കണം. അങ്ങനെ ഈ ലിബറലിസത്തിനെതിരെ, മതനിരാസത്തിനെതിരെ, ശിർക്കിനെതിരെ, ബിദ്അത്തിനെതിരെ പോരാടുന്ന ഒരു കോട്ടയുടെ പേരാകട്ടെ ഈ KM മൗലവി സെന്റർ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരുമിച്ച് കൂടുതൽ സ്വാലിഹായ അമലായി പരിഗണിച്ച് തക്കതായ പ്രതിഫലം അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.